ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി കാബിരി ബിരിയാണിയാണ്. അപ്പോൾ പലതരം വെറൈറ്റി ബിരിയാണികളുണ്ട്. അപ്പോൾ ഇതൊരു വെറൈറ്റിയാണ്, നല്ല രുചിയുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മലപ്പുറം ഭാഗത്തൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു ബിരിയാണിയിലേക്ക് റൈസ് റെഡിയാക്കുന്നത് ബസ്മതി അരി ഉപയോഗിച്ചിട്ടാണ്. നീളമുള്ള ബസ്മതി അരി വേണം എടുക്കാനായിട്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം കുതിർത്തി വെക്കണം. അപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ് നേരം നന്നായിട്ട് കുറച്ചധികം വെള്ളത്തിൽ കുതിർത്തി വെക്കുക. അതിന് മുന്നേ നന്നായിട്ട് കഴുകിയെടുക്കുക കേട്ടോ. എപ്പോഴും നമ്മൾ ബസ്മതി റൈസൊക്കെ വെച്ചിട്ട് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം കഴുകിയതിന് ശേഷം കുതിർത്തി വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അരി പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 750 ഗ്രാം അളവിൽ ചിക്കനാണ്. വലിയ കഷ്ണങ്ങളായിട്ട് ബിരിയാണി പീസ് കട്ട് ചെയ്തിട്ടുള്ള ചിക്കനാണ്. 750 ഗ്രാം ചിക്കൻ ഉണ്ട്. 6 പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 4 മീഡിയം സൈസ് സവാള നല്ല ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ബിസ്തയ്ക്കും അതുപോലെ തന്നെ മസാലയ്ക്കും വേണ്ടിയിട്ട് ഈ ഒരു സവാളയാണ് ഉപയോഗിക്കുന്നത്. ചെറുതാണ് എടുക്കുന്നതെങ്കിൽ 6-7 സവാള ഇതുപോലെ എടുക്കാം കേട്ടോ. ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് സവാള ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കാം. സവാളയും കുറച്ച് കാര്യങ്ങൾ ആദ്യം തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കണം. അപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരുപാടില്ല, എന്നാലും അത്യാവശ്യം ഇതൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുക. പകുതി ഭാഗം സവാളയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 2 മീഡിയം സൈസ് സവാളയാണ് ഇതുപോലെ ബിസ്തയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എപ്പോഴും ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്യണം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് ഇതുപോലെ ഒന്നും മുരിഞ്ഞ് കിട്ടില്ല. അതിനുശേഷം ഒരു മീഡിയം സൈസ് ക്യാരറ്റും ചെറുതായിട്ടൊന്ന് ഇതുപോലെ തന്നെ നേരിയതായിട്ട് അരിഞ്ഞത് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ക്യാരറ്റ് പെട്ടെന്ന് തന്നെ ഫ്രൈ ആവും. ഒരു 2 മിനിറ്റ് ഇട്ടാൽ തന്നെ ക്യാരറ്റ് ഫ്രൈ ആവും. നല്ല ചൂടായ എണ്ണ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കി കിട്ടും. അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ കിസ്മിസും അതുപോലെ തന്നെ കാഷ്യൂനട്ടും ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ ബിരിയാണി ചെയ്യുന്നത് പോലെ തന്നെ. ഇനി നിങ്ങൾക്ക് ഈ സമയത്ത് കറിവേപ്പില കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എൻ്റെ അടുത്ത് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില ചേർക്കാത്തത്. കാഷ്യൂനട്ടും കിസ്മിസും എല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും. നല്ല ചൂടായ എണ്ണയാണ്. ഒരു മിനിറ്റിൽ താഴെ മതിയാവും. പെട്ടെന്ന് റെഡിയാക്കി കിട്ടും കേട്ടോ. അപ്പോൾ അതും ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മസാല റെഡിയാക്കാൻ വേണ്ടി 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ മാറ്റിയിട്ട് അതേ പാനിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുത്തത്. ബാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ചാൽ ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരും. വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 30 അല്ലി വെളുത്തുള്ളി, ഒരു 3 ഇഞ്ച് കനത്തിൽ ഇഞ്ചി, അതുപോലെ ഒരു 2-3 പച്ചമുളക്, എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് ഇതുപോലുള്ളൊരു പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു പച്ച സ്മെല്ലങ്ങ് മാറുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ ഒന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു തക്കാളി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത തക്കാളി പേസ്റ്റാണ്. അപ്പോൾ ഇത് റെഡിമെയ്ഡ് ഉള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ പച്ചത്തക്കാളി തന്നെ മിക്സിയിലിട്ട് അടിച്ചിട്ടൊന്ന് എടുത്തതാണ്. അപ്പോൾ ഒരു മീഡിയം സൈസ് തക്കാളി ഇതുപോലെ അടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഈ ചേർത്ത് കൊടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസിനും നല്ലൊരു പച്ച സ്മെല്ലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു റോസ്മെല്ലെല്ലാം മാറിക്കഴിയുമ്പോൾ അതിലുള്ള വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ അത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാവും. ആ സമയത്ത് അതിൽ നിന്നൊരു പ്രത്യേക മണം വരും. ആ ഒരു സമയത്ത് വേണം നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. 1.5 ടീസ്പൂൺ അളവിൽ കപ്സ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏത് അറബിക് മസാല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1.5 ടീസ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പൊടികൾ ചേർക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പകുതി ഫ്രൈ ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കണം. അപ്പോൾ പകുതി സവാള നമുക്ക് ഗാർണിഷ് ചെയ്യാൻ എടുക്കാം. ബാക്കി പകുതി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് ഓറഞ്ച് ജ്യൂസാണ്. ഫ്രഷ് ആയിട്ട് പിഴിഞ്ഞെടുത്ത ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു 1 കിലോ 1.5 കിലോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 2 ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു 750 ഗ്രാം ചിക്കനേ ഉള്ളൂ. കുറച്ച് മസാല ആയതുകൊണ്ടാണ് ഒരു
ചെറിയ ഓറഞ്ചാണ് പിഴിഞ്ഞു കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഓറഞ്ച് ജ്യൂസ് എടുക്കുന്ന സമയത്ത് ഒരുപാട് നേരം മുന്നേ പിഴിഞ്ഞു വെച്ചത് ചേർക്കാൻ പാടില്ല. ഫ്രഷ് ആയിട്ട് അപ്പം തന്നെ പിഴിഞ്ഞെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ പുതിനയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിനയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം വറ്റി കളഞ്ഞിട്ടുള്ള ചിക്കനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഇന്ന് ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി, കാരണം ചിക്കനിൽ നിന്ന് വെള്ളം എന്തായാലും ഇറങ്ങി വരും. അപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. സാധാരണ ചിക്കൻ വേവാൻ എടുക്കുന്ന സമയം എടുക്കും, ഒരു 20 മിനിറ്റൊക്കെ എടുക്കും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ടാണെങ്കിൽ ഒരു 20 മിനിറ്റ് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. നല്ല സോഫ്റ്റായിട്ട് നല്ല ജ്യൂസി ആയിട്ട് തന്നെ ചിക്കൻ വെന്ത് കിട്ടും, ചെറിയ തീയിലാണ് വെച്ച് കുക്ക് ചെയ്യുന്നതെങ്കിൽ. ഇതിലേക്കുള്ള റൈസ് റെഡിയാക്കുന്നത് കുറച്ചധികം വെള്ളത്തിൽ റൈസ് വേവിച്ചിട്ട് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ബസ്മതി റൈസ് ആയതുകൊണ്ടാണ്. അപ്പോൾ വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ഇഞ്ച് കനത്തിൽ പട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 6-7 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ പിഴിഞ്ഞ ഓറഞ്ചിൻ്റെ സെസ്റ്റ് അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഓറഞ്ചിൻ്റെ തൊലിയുടെ ഫ്ലേവറൊക്കെ ആ ഒരു റൈസിലേക്ക് വരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കിട്ടുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, ചോറായതുകൊണ്ട് തന്നെ ഉപ്പത്തിരി മുന്തി നിൽക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വന്ന സമയത്ത് അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നങ്ങ് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഊറ്റിയെടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് അധികം വെള്ളം വെക്കുക കേട്ടോ. അരിയുടെ എടുക്കുന്നതിൻ്റെ ഇരട്ടി വെള്ളം വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 80% കുക്കായി വന്നാൽ മതി റൈസ്. മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി ചിക്കനെല്ലാം നല്ല കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെള്ളമെല്ലാം വറ്റി നല്ല പോലെ ഒരു റോസ്റ്റ് പരുവത്തിലാണ് നമ്മൾ മസാല എടുക്കേണ്ടത്. ഇനി ബിരിയാണി ദം ചെയ്യാൻ വേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നല്ല അടി കട്ടിയുള്ള പാത്രം എടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല മുഴുവനായിട്ടും അടിഭാഗത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മസാല ഒരുപാട് അങ്ങ് വെള്ളത്തോടെ എടുക്കരുത്. ഒരു റോസ്റ്റ് പരുവത്തിൽ ഏതാണ്ട് ഈ ഒരു ടെക്സ്ചറിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിന് മുകളിലേക്ക് കുറച്ച് ക്യാരറ്റ് വറുത്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് ചേർക്കേണ്ട, കുറച്ച് ക്യാരറ്റ് അതുപോലെ തന്നെ കുറച്ച് കിസ്മിസും കാഷ്യൂനട്ടും ഇതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പുതിനയില കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് പുതിനയിലയുടെ ഫ്ലേവർ ഒരുപാട് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട കേട്ടോ. ഇനി കുറച്ച് ചേർത്ത് കൊടുത്തെന്ന് വെച്ചാൽ ഒരുപാട് ഫ്ലേവർ അങ്ങ് ചോറിലേക്ക് പിടിക്കത്തൊന്നുമില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ചോറ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചോറ് ഞാൻ ഊറ്റിയെടുത്തപ്പോൾ അതിലേക്ക് ആ ഓറഞ്ചിൻ്റെ തൊലിയും കൂടെ തന്നെയാണ് ഊറ്റിയെടുത്തിട്ടുള്ളത്. സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്ലേറ്റിൽ സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഓറഞ്ചിൻ്റെ തൊലി അങ്ങ് എടുത്ത് മാറ്റിയാൽ മതി. അതുപോലെ ചോറെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചോറൊന്നും ഒന്നിലൊന്ന് ഒട്ടിപ്പിടിക്കാതെ തന്നെ വെന്തിട്ടുണ്ട്. ഊറ്റിയെടുത്തുകൊണ്ട് തന്നെ നല്ലപോലെ അതിലെ വെള്ളമെല്ലാം വാർന്ന് പോയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. വെള്ളത്തോടു കൂടി ഇതിലേക്ക് ചേർക്കരുത് കേട്ടോ. മുഴുവൻ വെള്ളവും വാർന്ന് നല്ല ഡ്രൈ ആയിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇനി അതിലേക്ക് ബാക്കിയുള്ള ഗാർണിഷ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമാണ്, കുറച്ച് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ കാണാൻ ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ കളർ ചേർത്ത് കൊടുക്കുന്നത്. കളർ ചേർത്ത് കൊടുക്കണം എന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ റെഡും യെല്ലോയും ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗ്രീൻ കളർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എപ്പോഴും ഇതുപോലെ കളറൊക്കെ ചേർക്കുമ്പോൾ പെർമിറ്റഡ് ആയിട്ടുള്ള ഫുഡ് കളർ മാത്രം ചേർക്കാൻ ശ്രദ്ധിക്കുക. ചേർത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. മഞ്ഞൾപ്പൊടി കലക്കി ഒഴിച്ചാലും മതിയാവും. അപ്പോൾ ഒരു മഞ്ഞ കളർ ഉണ്ടാവും. ഇനി ഒരു ഫോയിൽ പേപ്പർ യൂസ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ മൈദ യൂസ് ചെയ്തിട്ട് ദം ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഫോയിൽ പേപ്പർ യൂസ് ചെയ്തിട്ടാലും ചെയ്താൽ മതി. അപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് ദം ചെയ്യാൻ വെച്ച ബിരിയാണിയാണ് ഞാനിപ്പോൾ തുറന്നത്. നല്ല
ഒരു മണമാണ് ഈ ഒരു സമയത്ത് തുറക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കിട്ടുക. ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളൊരു ബിരിയാണി തന്നെയാണ് കേട്ടോ. ആ ഒരു ഓറഞ്ചും എല്ലാം കൂടി ചേർന്നിട്ട് നല്ലൊരു ഫ്ലേവർ തരുന്ന ബിരിയാണിയാണ്. വളരെ സ്പെഷ്യലാണ്. ഒരു വട്ടമെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അറിയാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. അതുപോലെ വിരുന്നുകാരൊക്കെ വരുമ്പോഴും സ്പെഷ്യലായിട്ടും പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണിയാണ്. അപ്പോൾ ഇത് സെർവ് ചെയ്യുന്നത് ഇതുപോലെയാണ് കേട്ടോ. ചോറും അതുപോലെ മസാലയും വേറെ വേറെ ആയിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ റൈസ് ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ ആദ്യം മുകളിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കുക. അതുപോലെ മസാല വേറെ മാറ്റി വെച്ചിട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഈദൊക്കെയാണ് വരുന്നത്. ഇതിനൊക്കെ സ്പെഷ്യലായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.